அஸ்ஸலாமு அலைக்கும். நான் டிப்பவுலியாவின் ஹிஸ்மத்தாராக இருக்கிறேன். என்னுடைய 5 தலைமுறைகளாக நாங்கள் இங்கே ஹிஸ்மத் செஞ்சு வருகிறோம். ஹசரத்துடைய ஹிஸ்மத்தாராக நாங்கள் பணிபுரிய இருக்கிறோம். இங்கே தலைமுறையாக இது செஞ்சு வருகிறோம். இப்போது இந்த வீடியோ ரஃபீக் என்பவருக்கு நன்றியை செலுத்திக் கொள்கிறேன். அவர் அஸ்ஸலாமு அலைக்கும். 18-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു ആർക്കോട്ട്. കർണാട്ടിക് നവാബുമാരുടെ ആസ്ഥാനമായിരുന്ന ഈ പ്രദേശം മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ആത്മീയ ജ്ഞാനിയായിരുന്ന ഹസ്രത്ത് ടിപ്പു മസ്താൻ ഔലിയ ആർക്കോട്ടിൽ താമസമാക്കുന്നത്. ടിപ്പു മസ്താൻ ഔലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഹൈദർ അലിക്ക് ദീർഘകാലം മക്കളില്ലാതിരുന്നപ്പോൾ അദ്ദേഹം ആർക്കോട്ടിലെ പ്രശസ്തനായ ഈ സൂഫി വര്യനെ സന്ദർശിച്ചു പ്രാർത്ഥന തേടി. താമസിയാതെ 1750 ഹൈദർ അലിക്കൊരു പുത്രൻ ജനിച്ചു. ആ മകൻ ടിപ്പു മസ്താൻ ഔലിയയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വിശ്വസിച്ച ഹൈദർ അലി ആ വലിയനോടുള്ള ആദരസൂചകമായി തൻ്റെ മകന് ടിപ്പു എന്ന് പേരിട്ടു. ടിപ്പു സുൽത്താൻ്റെ പൂർണ്ണനാമം സുൽത്താൻ ഫത്തേ അലി ഖാൻ സാഹബ് എന്നാണെങ്കിലും അദ്ദേഹം അറിയപ്പെട്ടത് ടിപ്പു എന്നാണ്. ടിപ്പു സുൽത്താൻ തൻ്റെ ജീവിത കാലത്തുനീളം ആർക്കോട്ടിലെ ഈ സൂഫി വര്യനെ തൻ്റെ ആത്മീയ മാർഗദർശിയായി ആദരിച്ചിരുന്നു. ആർക്കോട്ട് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പു മസ്താൻ ദർഗ ഇന്നും ചരിത്രപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദർഗ ആർക്കോട്ടിലെ നവാബുമാരുടെ കാലത്തെ നിർമ്മാണ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ഈ ദർഗയുടെ പരിപാലനത്തിനായി വലിയ തോതിൽ സഹായങ്ങൾ നൽകിയിരുന്നു. ഇന്നും ജാതിമത ഭേദമന്യേ ആളുകൾ ഇവിടെ എത്താറുണ്ട്. റാണിപ്പേട്ട് ജില്ലയിലെ ചരിത്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ ആർക്കോട്ട് കോട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ഇടമാണിത്. ആർക്കോട്ട് യുദ്ധത്തിന് 1751 സാക്ഷ്യം വഹിച്ച അതേ മണ്ണിലാണ് ഈ ദർഗയും സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് സൈന്യാധിപതിയായിരുന്ന റോബർട്ട് ക്ലൈവിനെ പ്രശസ്തനാക്കിയ ആർക്കോട്ട് യുദ്ധം നടന്ന കാലഘട്ടത്തിലും ഈ സൂഫി വര്യൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോവുമായിട്ട് വീണ്ടും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കുമല്ലോ.